നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യാത്രക്കാരുടെ നീണ്ട നാളത്തെ ആവശ്യം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ശബരി എക്സ്പ്രസ് ട്രെയിനിന് അത്യാധുനിക കോച്ചുകളായ LHB കോച്ചുകൾ അനുവദിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഒരേയൊരു പ്രതിദിന തീവണ്ടിയാണ് ശബരി എക്സ്പ്രസ്. തിരുവനന്തപുരത്ത് നിന്നും സെക്കന്ദരാബാദിലേക്കും തിരിച്ചുമാണ് ട്രെയിനിന്റെ സർവീസ്. എല്ലാ ദിവസവുമുള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ കോച്ചുകളും മറ്റും പരിതാപകരമായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് അത്യാധുനിക കോച്ചുകളായ LHB കോച്ചുകൾ വേണമെന്ന ആവശ്യം വർഷങ്ങളായി യാത്രക്കാർ ഉയർത്തുന്നത്. ഈ ആവശ്യത്തിനാണ് ഇപ്പോൾ പച്ചക്കൊടി വീശിയിരിക്കുന്നത്. ഏപ്രിൽ 16-ാം തീയതി സെക്കന്ദരാബാദിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ശബരി എക്സ്പ്രസ് പുതിയ ലുക്കിലായിരിക്കും എത്തുക. അന്നു മുതലാണ് ട്രെയിൻ പുത്തൻ LHB കോച്ചുകളുമായി ഓടിത്തുടങ്ങുന്നത്. തുടർന്ന് 20-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും പുതിയ കോച്ചുകളുമായി സർവീസ് നടത്തും. പുത്തൻ രൂപത്തിലേക്ക് മാറുന്നതോടെ ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്. നിലവിൽ 2 ജനറൽ കോച്ചുകൾ, 12 സ്ലീപ്പർ കോച്ചുകൾ, 4 തേർഡ് AC കോച്ചുകൾ, 1 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC എന്നിങ്ങനെയാണ് കോച്ചുകളുടെ എണ്ണം. പുതിയ ലുക്കിൽ ട്രെയിൻ എത്തുന്നതോടെ 1 ഫസ്റ്റ് AC, 2 സെക്കൻഡ് AC, 4 തേർഡ് AC, 1 പാൻട്രി കാർ, 8 സ്ലീപ്പർ കോച്ചുകൾ, 4 ജനറൽ എന്നിങ്ങനെയായിരിക്കും കോച്ചുകളുടെ എണ്ണം. കേരളത്തിലെ പല ദീർഘദൂര തീവണ്ടികൾക്കും LHB കോച്ചുകൾ അനുവദിച്ചിട്ടും ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ദിവസ തീവണ്ടിയായ ശബരിക്ക് മാത്രം LHB കോച്ചുകൾ ഇതുവരെ അനുവദിച്ചിരുന്നില്ല. പഴയ ICF കോച്ചുകളിൽ ദീർഘദൂര യാത്രകൾ അസഹ്യവുമായിരുന്നു. ഈ ദുരിതത്തിനാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത്.